ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക്ബുക്ക്. ജാഷീസ് കുക്ക്ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുലാബ് ജാമുൻ ഒരുവിധം പേർക്ക് ഉണ്ടാക്കാൻ അറിയുന്നത് തന്നെയാണല്ലേ. നമ്മൾ സാധാരണ ഗുലാബ് ജാമുൻ ഉണ്ടാക്കാറ് ഒന്നെങ്കിൽ പാൽപ്പൊടി അല്ലെങ്കിൽ റവയോ മൈദയോ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആക്കിയാണ്. ഞാൻ കുറേ മുന്നേ തന്നെ പാൽപ്പൊടി ഉപയോഗിച്ചുണ്ടാക്കുന്ന ഗുലാബ് ജാമുൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിരുന്നു. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇന്ന് ഞാൻ ഗോതമ്പ് പൊടി ഉപയോഗിച്ച് നല്ല പെർഫെക്റ്റായി ഗുലാബ് ജാമുൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. അടിപൊളി ടേസ്റ്റ് ആണെന്ന് മാത്രമല്ല, നമ്മൾ ഗോതമ്പ് പൊടി ചേർത്താണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് അറിയ പോലുമില്ല. അപ്പം നമുക്ക് നോക്കല്ലേ വീറ്റ് ഫ്ലോർ ഗുലാബ് ജാമുൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികൾ കിട്ടാൻ ജാഷീസ് കുക്ക് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ പുതുതായിട്ടുള്ള വീഡിയോകളെല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാം. അപ്പം നമുക്ക് റെസിപ്പി നോക്കാം. ആദ്യം ഒരു പാൻ ചൂടാക്കി 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടായാൽ 1 കപ്പ് ഗോതമ്പ് പൊടി ലോ ഫ്ലെയിമിൽ ഒന്ന് വാട്ടിയെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വാട്ടിയെടുക്കാൻ ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ചെറുതായിട്ടൊന്ന് കളർ മാറുകയോ കരിയുകയോ ചെയ്താൽ മൊത്തത്തിൽ ഗുലാബ് ജാമുൻ്റെ ആ ടേസ്റ്റ് അങ്ങ് മാറിപ്പോകും. നെയ്യിൽ നന്നായി വാടി വരുമ്പോൾ നല്ലൊരു മണം വരും, അതാണ് പരുവം. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത് നന്നായി ഒന്ന് ചൂടാറിയാൽ നമുക്ക് കുഴക്കാൻ പറ്റുന്ന വേറൊരു ബൗളിലേക്ക് ഇത് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി അധികം വേണ്ട എന്നുള്ളവർക്ക് 1 ടേബിൾ സ്പൂൺ ഒക്കെ ചേർത്താൽ മതി, അതിനും കുറയണ്ട കേട്ടോ. 1/2 കപ്പിനേക്കാൾ കൂടുതലും വേണ്ട. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ റവയാണ്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് കൈകൊണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമ്മൾ നേരത്തെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്താണ് ഗോതമ്പ് പൊടി വാട്ടിയത്. പിന്നെ ഇപ്പോൾ 1 ടീസ്പൂണും ചേർത്തു. അങ്ങനെ മൊത്തം 1 ടേബിൾ സ്പൂൺ പ്ലസ് 1 ടീസ്പൂൺ നെയ്യാണ് നമുക്കിതിലേക്ക് വേണ്ടത്. ഇനി ഇളം ചൂടുള്ള പാല് കുറച്ചായി ചേർത്ത് നമുക്കിത് കുഴച്ചെടുക്കാം. ഇത് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കേണ്ട അത്രയൊന്നും സോഫ്റ്റ് ആയിട്ട് കുഴക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഏകദേശം 1/4 കപ്പിൻ്റെ അടുത്താണ് പാൽ ഇതിന് വേണ്ടി വന്നിട്ടുള്ളൂ. ഇപ്പം ഇത് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് മൂടി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാനിൽ 1 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവും ചേർത്ത് തിളപ്പിക്കാം. അത് നന്നായി തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് 1 പിഞ്ച് കുങ്കുമപ്പൂ ചേർത്ത് കൊടുക്കാം. കുങ്കുമപ്പൂ തന്നെ വേണം നിർബന്ധമല്ല. റോസ് വാട്ടറോ അല്ലെങ്കിൽ ഏലക്കായോ നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണോ ഇഷ്ടം അത് ചേർത്ത് കൊടുക്കാം. ഇനി അത് 2-3 മിനിറ്റ് കൂടെ ഒന്ന് തിളപ്പിക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പൊ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുഴച്ച് വെച്ചിരിക്കുന്ന ഈ മാവിൽ നിന്ന് കുറച്ചായി എടുത്തൊന്ന് ഷേപ്പാക്കി എടുക്കാം. ഞാൻ ഇതിന് മുന്നേ പാൽപ്പൊടി മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആക്കി ഉണ്ടാക്കിയ ഗുലാബ് ജാമുൻ ബോൾസ് ആക്കിയിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ട് റോൾ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. എല്ലാം ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു പാൻ ചൂടാക്കി ഓയിൽ ഒഴിച്ച് ഓയിൽ നന്നായി ചൂടായാൽ ഓരോന്നോരോന്നായിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് മൊരുകയും ചെയ്യും, ഉള്ളു നന്നായി വേവുകയില്ല. നമുക്കിതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. അപ്പം നമുക്ക് എല്ലാ ഭാഗം സെയിം കളറിൽ കിട്ടും. ഇത് ഫ്രൈ ആയി വരുമ്പോൾ ചിലപ്പോൾ ചെറുതായിട്ട് ക്രാക്സ് വരും. നമ്മൾ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുള്ളത് കൊണ്ട് മാവ് എക്സ്പാൻഡ് ആവുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. പക്ഷെ അത് പൊട്ടിപ്പോവില്ല കേട്ടോ. അകവും പുറമൊക്കെ നല്ല പെർഫെക്റ്റ് ആയി വെന്ത് വന്നാൽ നമുക്കിത് കോരി നേരെ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് ഫ്രൈ ചെയ്ത് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ പാൽപ്പൊടി കൂടുതൽ ചേർത്ത് ഉണ്ടാക്കുന്ന ഗുലാബ് ജാമുൻ 1/2 മണിക്കൂറിലും കൂടുതൽ ഷുഗർ സിറപ്പിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ മധുരത്തിൻ്റെ ഒരു കുത്ത് വരും. എന്നാൽ ഇത് നേരെ തിരിച്ചാണ്. ഷുഗർ സിറപ്പിൽ ഇട്ട് വെക്കും തോറും ടേസ്റ്റും കൂടും, നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. നമുക്ക് എത്ര കഴിച്ചാലും ഒരു മടുപ്പ് തോന്നില്ല, അത്രയും ടേസ്റ്റാണ്.
അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഷുഗർ സിറപ്പിൽ കുതിർന്ന് നല്ലോണം സോഫ്റ്റായി വന്നാൽ ഗോതമ്പ് മാവ് വെച്ചിട്ടുണ്ടാക്കിയതാണെന്ന് നമ്മൾ പറയാതെ ആരും അറിയില്ല. അതുകൊണ്ട് ചുരുങ്ങിയത് 2 മണിക്കൂറെങ്കിലും ഷുഗർ സിറപ്പിൽ ഇട്ട് വെച്ചതിന് ശേഷം മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഗോതമ്പ് മാവിൻ്റെ ടേസ്റ്റ് തോന്നും. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഈ വീഡിയോനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം നെഗറ്റീവോ പോസിറ്റീവോ എന്തോ ആയിക്കോട്ടെ വീഡിയോയുടെ അടിയിൽ കമൻ്റായിട്ട് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയും ആയിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.